അമ്പലപ്പുഴയിൽ വിമതനായി മത്സരിക്കുന്ന മുൻ മന്ത്രി ജി സുധാകരനെ ചെറ്റ എന്ന് വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. എന്നാൽ ഒരു ചോദ്യം ഉയരുന്നത്, യഥാർത്ഥത്തിൽ ജി സുധാകരനെ ജയിപ്പിക്കാനാണോ പിണറായി വിജയൻ ഈ വാക്കുകൾ ഉപയോഗിച്ചത് എന്നാണ്. കാരണം നേരത്തെ ഇതേ ഒരു വിവാദം മുഖ്യമന്ത്രിയുടെ പേരിൽ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം NK പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചത് കൊണ്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് MA ബേബിയോട് ഒരു കലിപ്പുണ്ടായിരുന്നു. ബേബിയെ തോൽപ്പിക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്ന ആളുകളുണ്ട്. അദ്ദേഹം പരനാറി എന്ന് വിളിച്ചത് കൊണ്ട് തന്നെ പ്രേമചന്ദ്രന് അനുകൂലമായ തരംഗം ഉണ്ടാവുകയും സഹതാപം ഉണ്ടാവുകയും അദ്ദേഹം ജയിക്കുകയും ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് പ്രേമചന്ദ്രനെ തോൽപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇതേപോലെ തന്നെ ഇനി H സലാമിനോടുള്ള എന്തെങ്കിലും വിരോധമാണോ പിണറായി വിജയൻ ഉള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം ജി സുധാകരനെ ചെറ്റത്തരം എന്ന് വിളിക്കേണ്ട ഒരു കാര്യമല്ല, അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ ചെറ്റത്തരം എന്ന് വിളിക്കേണ്ട ഒരു കാര്യവുമില്ല. പ്രത്യേകിച്ച് CPM തന്നെ അതിന്റെ പ്രവർത്തകർക്ക് ഇലക്ഷൻ പ്രവർത്തന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആളുകളെ ആക്ഷേപിച്ച് സംസാരിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ CPM അതിന്റെ അണികൾക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ മുഖ്യമന്ത്രി തന്നെ ഒരു തരംതാണ വാക്കുകൾ ഉപയോഗിക്കുന്നതിന്റെ പിറകിലുള്ള ചേതോവികാരം ഇനി ജി സുധാകരന് അനുകൂലമായ ഒരു സഹതാപ തരംഗം കിട്ടിക്കോട്ടെ എന്നുള്ളതാണോ എന്ന് ചിന്തിക്കുന്നവരും ഇല്ലാതില്ല. കാരണം ഇപ്പോഴും സുധാകരൻ പിണറായി വിജയനെ വിമർശിക്കുന്നില്ല. പിണറായി സുധാകരനെ വിമർശിച്ചപ്പോഴും ഞാൻ തിരിച്ച് വിമർശിക്കുന്നില്ല, എൻ്റെ ഗുരുത്വം കൊണ്ടാണ് എന്നാണ് അദ്ദേഹം അത് പറയുന്നത്. പക്ഷെ മറ്റുള്ള ആളുകൾക്കൊക്കെ തന്നെ കനത്ത മറുപടി ജി സുധാകരൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം വിജയരാഘവനെ കുറിച്ച് പറഞ്ഞത്, വിജയരാഘവൻ 5 മിനിറ്റ് സംസാരിച്ചാൽ എനിക്ക് 5000 വോട്ട് കിട്ടും. വിജയരാഘവൻ അമ്പലപ്പുഴയിൽ വന്ന് 10 മിനിറ്റ് സംസാരിച്ചാൽ തനിക്ക് 5000 വോട്ട് അധികം കിട്ടുന്നതാണ്. കാരണം വിജയരാഘവൻ ജി സുധാകരനെ ആക്ഷേപിച്ചത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉദ്ധരിച്ചുകൊണ്ട് പാർട്ടി വിടുന്ന ആദ്യത്തെ ആളാണ് ജി സുധാകരൻ എന്നാണ്. അപ്പൊ അതിനൊക്കെയുള്ള കൃത്യമായ മറുപടികൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് മാത്രമാണ് മറുപടി കൊടുക്കാത്തത്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞാനൊരു ചെറ്റ കുടിലാണ് ജനിച്ചത്, വളർന്നതൊക്കെ 10-18 വയസ്സ് വരെ, അതിൽ താൻ അഭിമാനിക്കുകയാണ് ചെയ്തത് എന്നാണ് ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ജി സുധാകരന്റെ വാക്കുകൾ ശ്രദ്ധേയമാവുകയാണ്. അതേപോലെ തന്നെ പിണറായി വിജയന്റെ വിമർശനങ്ങളും ശ്രദ്ധേയമാവുകയാണ്. CPM ഒരുപക്ഷെ വലിയ തിരിച്ചടിയാണ് നേരിടാൻ പോകുന്നത്. തെക്കൻ കേരളത്തിൽ അവർക്ക് നല്ലൊരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമായിരുന്നു. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ മുസ്ലിം പ്രീണനം നടക്കുന്നതോടുകൂടി അതിൻ്റെ ഒരു സ്വാഭാവികമായ റിയാക്ഷൻ എന്ന നിലയിൽ തെക്കൻ കേരളത്തിൽ അവർക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടാകും. അല്ലെങ്കിൽ വലിയ തകർച്ചയില്ലാതെ CPMന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നായിരുന്നു കരുതുന്നത്. പക്ഷെ ഇപ്പോൾ ജി സുധാകരനെ പോലെ വളരെ മുതിർന്ന ഒരു നേതാവിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിലൂടെ പിണറായി വിജയൻ ആ ഒരു അവസരം കളഞ്ഞു കുളിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം.